ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ബ്രെഡ് മസാലയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു വലുപ്പത്തിലുള്ള 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് വെച്ചിട്ട് ഏകദേശം ഒരു 3 പേർക്ക് കഴിക്കാനുള്ള ഒരു അളവുണ്ടാകും. ഇനി ഇതൊന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഈ ബ്രെഡ് ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ 2 ഭാഗം മൊരിഞ്ഞു വന്നാൽ നമുക്ക് പാനിൽ നിന്നും മാറ്റാം. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു കത്തിയോ വെച്ചിട്ട് ചെറിയ സ്ലൈസ് ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എത്രത്തോളം ചെറുതാക്കണം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മൊത്തത്തിലെല്ലാം 3ആയിട്ട് കട്ട് ചെയ്ത് ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനൊന്നുമില്ല. ഈ ഒരു ടൈമിൽ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മുട്ട നന്നായിട്ട് ചിക്കിയെടുക്കാം. മുട്ട സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന ടൈമിൽ ഇതൊന്ന് പാനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ആ ഒരു സെയിം പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉള്ളി നന്നായിട്ട് വഴന്നു വന്നാൽ ഇതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൂടുതലൊന്നും വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 1 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഒത്തിരി ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത്രയും മതി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡിൻ്റെ മസാലയാണ് ഇത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണി ചായയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.